അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ സന്ദേശം 12. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നാളെ നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്ന വിശുദ്ധമായ റമളാൻ 17 അരങ്ങേറിയ സത്യാസത്യ സംഘട്ടനത്തിന്റെ ഉന്നതമായ വിജയമായ ബദർ. ആ ബദർ സമരത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. സൂറത്തു ആലു ഇമ്രാനിന്റെ 123-ാമത്തെ വചനത്തിലൂടെ ബദറിനെ അനുസ്മരിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞ വലിയ ഒരു വാക്യമാണ് ഞാനിവിടെ ഓതിയത്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ, തീർച്ചയായും അല്ലാഹു ബദറിൽ നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. വ അൻതും അതില്ല, നിങ്ങൾ വളരെ ദുർബലരായിരിക്കെ ബദറിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള സഹായം നൽകിയ പടച്ച റബ്ബ്, ഫത്തഖുല്ലാഹ്, അവനെ നിങ്ങൾ സൂക്ഷിക്കണം, അവനെ നിങ്ങൾ തഖ്വാ ചെയ്ത് ജീവിക്കണം. ലഅല്ലക്കും തഷ്കുറൂൻ, അപ്പോഴേ നിങ്ങൾ അവനോട് നന്ദിയുള്ളവരാവാൻ വേണ്ടി നിങ്ങൾ അവന് തഖ്വാ ചെയ്തു ജീവിക്കണം എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. ആയത്തിന്റെ 1-ാം ഭാഗം വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ, തീർച്ചയായും അല്ലാഹു ബദർ സമരക്കളത്തിൽ നിങ്ങളെ സഹായിച്ചിരിക്കുന്നു എന്നതാണ്. ബദർ എന്ന പദം നമ്മൾക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. ഏതൊരു മുസ്ലിമിനും ബദർ എന്ന് കേട്ടാൽ അവന്റെ മനസ്സിൽ സമരവീര്യം ഉടലെടുക്കുകയായി. മറക്കാത്ത ഓർമ്മകളാണ്. ഇന്നലെയുടെ ഓർമ്മകൾ ഇന്നും പച്ചച്ചു നിൽക്കുകയാണ് മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളിൽ. ആദ്യമായി ബദറിനെ കുറിച്ച് പറയുമ്പോൾ ബദർ വെട്ടിപ്പിടിക്കുന്ന യുദ്ധമായിരുന്നില്ല, മറിച്ച് അനിവാര്യമായ സമരമായിരുന്നു ബദർ. പലപ്പോഴും ഇസ്ലാമിക ജിഹാദുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടത് യുദ്ധം എന്ന പദങ്ങളിലൂടെയാണ്. ജിഹാദിന്റെ അർത്ഥം സത്യത്തിൽ യുദ്ധമല്ല, അത് അനിവാര്യമായ സമരമാണ്. യുദ്ധമാകുമ്പോൾ അത് വെട്ടിപ്പിടിക്കാൻ വേണ്ടി നടത്തുന്ന ആക്രമണങ്ങളാണ്, ആ അക്രമ പ്രവർത്തനങ്ങളാണ്. എങ്കിൽ സമരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള, നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങളുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള അനിവാര്യമായ പോരാട്ടമാണ്. ഉദാഹരണം പറഞ്ഞാൽ
ഇസ്രായേൽ പലസ്തീനിന്റെ മേൽ നടത്തുന്നത്, അമേരിക്ക പലസ്തീനിന്റെ മേൽ നടത്തുന്നത്, ഇതൊക്കെ സത്യത്തിൽ എല്ലാം നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ള അക്രമങ്ങളാണ്. ഇതാണ് യുദ്ധം. ഇസ്രായേൽ നടത്തുന്നത് യുദ്ധമാണ്. പക്ഷെ പിറന്ന മണ്ണിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാനും അത് പിടിച്ചു പറ്റാനും മറ്റൊരു കൗമ് വരുമ്പോൾ, ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് സമര വീര്യം തകരാതെ പോരാടുന്ന പാവപ്പെട്ട പലസ്തീനികൾ, അവർ നടത്തുന്നത് സമരമാണ്. സർവായുധ ശക്തിയോടെ ഇസ്രായേൽ പലസ്തീനിനെ നേരിടുമ്പോൾ കല്ലുകൾ മാത്രമെടുത്ത് ബിസ്മി ചൊല്ലി പ്രതിരോധിക്കുന്ന പലസ്തീനികളുടേത് സമരമല്ലാതെ മറ്റെന്താണ്? അപ്പോൾ പെട്ടെന്ന് തിരിയാൻ വേണ്ടി പറഞ്ഞതാണ്, ഇസ്രായേൽ നടത്തുന്നത് യുദ്ധമാണെങ്കിൽ പലസ്തീൻ നടത്തുന്നത് സമരമാണ് എന്നതുപോലെയാണ്. മുസ്ലിമീങ്ങൾ അവർ അടിച്ചൊതുക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞപ്പോൾ, സത്യത്തിൽ ഈ ഭൂമിയിലെ ഭക്ഷണവും വെള്ളവും വായുവും ഒക്കെ പടച്ച റബ്ബിന്റേതാണ്, അത് അവനെ അംഗീകരിക്കുന്നവർക്കുള്ളതാണ്. എന്നിരിക്കെ ഈ ഭൂമിയിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർ ജീവിക്കരുതെന്ന് പറയുമ്പോൾ അത് അപകടമാണ്. ഇവിടെ എല്ലാവർക്കും ജീവിക്കാം. അള്ളാഹുവിന്റെ നിയമം അങ്ങനെയാണ്. അള്ളാഹു റഹ്മാനായതുകൊണ്ട് ഇവിടെ ആരുടെ മേലും മതം അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല. പക്ഷെ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ഒരു കൂട്ടർ ഇവിടെ ജീവിക്കരുതെന്ന് പറയുമ്പോൾ അത് പ്രയാസമാണല്ലോ. അവിടെയാണ് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ബദർ അരങ്ങേറിയത്. ആ ബദറിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇനി ഇത് തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അള്ളാഹു സമരത്തിലേക്ക് ബദറിലേക്ക് ജനങ്ങളെ ഇറക്കിവിട്ടത് എന്നതിന്റെ തെളിവാണ് സമരം കൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ആയത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണാം, ഉദിന ലില്ലദീന യുഖാതലൂന, നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് സമരത്തിനുള്ള അനുമതി നൽകുകയാണ്. ബി അന്നഹും ളുലിമു, അവർ പീഡിപ്പിക്കപ്പെട്ടു, അവർ മർദ്ദിതരായി എന്ന കാരണം കൊണ്ട്, നിരന്തരം തല്ല് കിട്ടുന്നവരാണെന്നതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി തിരിച്ചു തല്ലാൻ അള്ളാഹു സമ്മതം നൽകിയിരിക്കുന്നു. വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, പേടിക്കണ്ട, നിങ്ങളൊരു ചെറിയ വിഭാഗമല്ലേ, ദുർബല വിഭാഗമല്ലേ, ഈ പ്രബലരോട് എങ്ങനെ ഏറ്റുമുട്ടും? തീർച്ചയായും അള്ളാഹു ഈ പീഡിത വിഭാഗത്തെ അല്ലെങ്കിൽ ഈ മർദ്ദിത വിഭാഗത്തെ സഹായിക്കാൻ അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിയുണ്ട് നിങ്ങളുടെ കൂടെ. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ, അന്യായമായി സ്വന്തം ഭവനങ്ങളിൽ നിന്ന് ആട്ടി പുറത്താക്കപ്പെട്ടവരാണ് ഈ മർദ്ദിത വിഭാഗമായ മുഅ്മിനീങ്ങളായ സാധുക്കൾ. അവരൊരു തെറ്റും ചെയ്തില്ല. ബിഗൈരി ഹഖ്ഖിൻ, അന്യായമായിട്ടാണ് അവരിറക്കിവിട്ടത്. ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പറഞ്ഞു എന്നതല്ലാതെ മറ്റൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അതോ തെറ്റുമല്ല. എന്നിട്ടും അവർ ഇറക്കി വിട്ടെങ്കിൽ, സ്വഭവനങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടെങ്കിൽ ഇത് തീർത്തും അന്യായമാണ്. അതുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തണം. അതിന് ഞാൻ സമ്മതം തന്നിരിക്കുകയാണ്. വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅ്ളഹും ബിബഅ്, ഇങ്ങനെ ജനങ്ങളെ ചിലരെ കൊണ്ട് പ്രതിരോധിക്കുക എന്ന ഒരു വിഷയം ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ജനങ്ങളിൽ ചിലരെ കൊണ്ട് പ്രതിരോധിക്കുക എന്നത് ഭൂമിയിൽ നടപ്പാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, സ്വാഭാവികമായും ലഹുദ്ദിമത്ത് സ്വവാമിഉ വബിയഉൻ വസ്വലവാത്തുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറ. ലഹുദ്ദിമത്ത് സ്വവാമിഉ, പുരോഹിത മഠങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. മഠങ്ങൾ തകർക്കപ്പെടും. വബിയഉൻ, ക്രിസ്തീയ ചർച്ചുകളും, വസ്വലവാത്തുൻ, ജൂത സെനഗോഗുകളും, വമസാജിദു, മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. ഇവിടെ എല്ലാ വിഭാഗം മതങ്ങളുടെയും
ആരാധനാലയങ്ങളുടെ നിലനിൽപ്പ് പരസ്പരമുള്ള പ്രതിരോധത്തിന്റെ ശേഷിയിലാണ്. അല്ലെങ്കിൽ ഭൂമിയാകെ കുട്ടിച്ചോറാകും. മഠങ്ങളും ചർച്ചുകളും സനഗോഗുകളും മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. മുസ്ലിം പള്ളികൾ തകർക്കപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, മസാജിദു യുദ്കറു ഫീഹ സ്മുല്ലാഹി കസീറ. ധാരാളമായി അള്ളാഹുവിന്റെ നാമം പറയപ്പെടുന്ന സ്മരിക്കപ്പെടുന്ന മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്ന ആ കൂട്ടത്തിൽ. അപ്പോൾ ധാരാളമായി അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്ന മുസ്ലിം പള്ളികളും അതേ രൂപത്തിൽ തന്നെ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ, മഠങ്ങളും ചർച്ചകളും സനഗോഗുകളുമൊക്കെ ഇവിടെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ സമരം എന്ന് പറയുന്ന ഒന്ന് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഞാനിവിടെ നിയമമാക്കിയത്. വലയൻസുറന്നല്ലാഹു മൻ യൻസുറു. ആരാണ് അള്ളാഹുവിന്റെ ദീനിന്റെ പക്ഷത്തു നിന്ന് അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറുള്ളത്, അവരെ തീർച്ചയായും അള്ളാഹു സഹായിക്കും. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അള്ളാഹു ശക്തനാണ്, അന്തസ്സുള്ളവനാണ് എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ ഹജ്ജിന്റെ 39-40 വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ സൂറത്തു തൗബയുടെ 13 കാണാം, അലാ തുഖാതിലൂന ഖൗമൻ നകസൂ അയ്മാനഹും. കരാറുകൾ ലംഘിച്ച ഒരു വിഭാഗം, ഞങ്ങൾ നിങ്ങളെ എതിർക്കുകയില്ലെന്നും ഏറ്റുമുട്ടാൻ വരികയില്ലെന്നും ഒക്കെ പറഞ്ഞ് തിരുനബിയോട് കരാറിലായവർ ആ കരാർ പൊളിച്ചു. അപ്പോൾ അല്ലാഹു ചോദിച്ചു, കരാർ ലംഘിച്ച ടീമിനെ അവരോട് നിങ്ങൾ സമരം ചെയ്യുന്നയോ? അലാ തുഖാതിലൂന ഖൗമൻ നകസൂ അയ്മാനഹും വഹമ്മു ബിഇഖ്റാജിർ റസൂൽ. പ്രവാചകനെ പുറപ്പെടുവിപ്പിക്കണം, നാട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ഉദ്ദേശിച്ചവരും. വഹും ബദഊക്കും അവ്വല മറ. അവരാണ് ആദ്യമായി നിങ്ങളോട് സമരം തുടങ്ങിയത്. അവർ തുടങ്ങിയ സ്ഥിതിക്ക് നിങ്ങൾ പ്രതിരോധിക്കണം. ചെറുത്തുനിൽപ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അത്യാവശ്യമാണ്. അതഖ്ശൗനഹും. നിങ്ങൾ അവരെ പേടിക്കുന്നുണ്ടോ? ഫല്ലാഹു അഹഖു അൻ തഖ്ശൗഹു ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു തീർച്ചയായും അവനെയാണ് നിങ്ങൾ ഭയപ്പെടാൻ ഏറ്റവും ബന്ധപ്പെട്ടത്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ബദർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് അതാണ്. ബദർ യുദ്ധമല്ല, സമരമായിരുന്നു. വഅൻതും അതില്ല, നിങ്ങൾ വളരെ ദുർബലരായിരിക്കെയാണ് അല്ലാഹു നിങ്ങളെ സഹായിച്ചത്. ആയുധബലമില്ല, ആൾബലമില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഏറ്റവും വലിയ പോക്കിരിയായിരുന്ന അബൂജഹിലിന്റെ കഥ കഴിച്ചത് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ സമരക്കളത്തിൽ ഇറങ്ങാൻ പോലും റസൂലുള്ളാഹിയുടെ ഭാഗത്തു നിന്ന് പെർമിഷൻ ഇല്ലാതിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എന്ന് പറയുന്ന ആ ചെറിയ മനുഷ്യൻ. നമ്മളിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ, നീളമുള്ള ഒരാൾ നമ്മളിൽ ഇരുന്നാലുള്ള നീളമായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എഴുന്നേറ്റ് നിന്നാൽ ഉണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ അത്രയും ദുർബലനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദാണ് ഏറ്റവും വലിയ പോക്കിരിയായ അബൂജഹലിന്റെ കഥ കഴിച്ചതെങ്കിൽ ഈ ഒരു സംഗതി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശരിക്ക് നമുക്ക് ബോധ്യപ്പെടുത്തി തരാനാണ്. നിങ്ങൾ ദുർബലരായിരിക്കെ ബദറിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് അവർ ജീവൻ കൊടുത്ത്, അവർ സമ്പത്ത് നൽകി പോരാടി സ്ഥാപിച്ച ദീന്, ആ ദീന് ഇന്ന് നിങ്ങൾക്കൊരു മുള്ളുപോലും അതിനുവേണ്ടി കുത്തേണ്ടതില്ല, ഒരു പ്രയാസവും സഹിക്കേണ്ടതില്ല. എങ്കിൽ അവര് ആ ദീനിനെ നിലനിർത്താൻ ഇത്ര കഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കാൻ, നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും ഖുർആൻ ഓതാനും അവർ നിലനിർത്തി തന്ന ദീനിന് അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണോ? എങ്കിൽ ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകും. അല്ലെങ്കിൽ ഈ ദുർബല സമൂഹത്തിലൂടെ, ദുർബല വിഭാഗത്തിലൂടെ അല്ലാഹു തആല സ്ഥാപിച്ചു തന്ന ഹഖിനെ, ആ സത്യത്തെ നിങ്ങൾ ചെളിവാരിയെറിയലാണ്, അതിനെ എല്ലാ അർത്ഥത്തിലും ഇകഴ്ത്തലാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഏറ്റവും വലിയ നന്ദികേടായിരിക്കും അത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.